ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓഫർ വീഡിയോ ആണ്. മാരുതിയുടെ ഓഫറാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി നമ്മൾ നെക്സ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതായത് ഓഫർ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പല ബ്രാൻഡുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഹോണ്ടയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ റെനോ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറേ ബ്രാൻഡുകൾ, ഹ്യുണ്ടായി, കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്തു. ഇതൊരു മാർച്ച് മാസം ആയതുകൊണ്ടാണ് നമ്മളപ്പോൾ അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തേക്കാം എന്ന് കരുതിയത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ ഓൾട്ടോ മുതലാണ് സ്റ്റാർട്ട്. ഓൾട്ടോ, എസ്പ്രസോ, സെലേറിയോ, വാഗണോർ, സ്വിഫ്റ്റ്, അതിനുശേഷം ഡിസൈർ വരുന്നുണ്ട്, ബ്രസ, ഈക്കോ, എർട്ടിഗ, അതേപോലെ വിക്ടോറിയസ്. ഇത്രയും വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട്, അതായത് ഇത്രയും വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഡസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻഡസിൻ്റെ ഷോറൂമിലാണ്, കൊല്ലത്ത് ചന്ദനത്തോപ്പിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളും നെക്സ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. നമുക്കിനി ഓഫർ പറഞ്ഞങ്ങോട്ട് തുടങ്ങാം. ആദ്യത്തെ വാഹനം നമുക്ക് വരുന്നത് ഓൾട്ടോ K10 എന്നതാണ്. അതായത് നമ്മളൊരു സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കിടക്കുന്നതല്ല, നമ്മുടെ മാരുതിയുടെ ഓൾട്ടോയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് LXIക്ക് 468 VXI ആണെങ്കിൽ 525, VXI പ്ലസ് ആണെങ്കിൽ 582 ഓൺ റോഡ് വരുന്നുണ്ട്. ഇതിന് തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXI ഓട്ടോമാറ്റിക്കിന് 576, VXI പ്ലസ് ഓട്ടോമാറ്റിക്ക് 6,50,000 ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നുണ്ട്. ഓഫറിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് 10,000 രൂപ ക്യാഷ് ഓഫറും ഒരു 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് ഈ മാസം ഓൾട്ടോയുടെ വേരിയൻസിന് നൽകിയിട്ടുള്ളത്. അതിപ്പോൾ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും സെയിം തന്നെയാണ്. 10,000 രൂപ ക്യാഷ് ഓഫറും 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് അവർ നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു 3,000 രൂപ കൂടി കോർപ്പറേറ്റ് ഓഫറായിട്ട് വരുന്നുണ്ട്. വേറെ യാതൊരുവിധ കാര്യങ്ങളും ഈ ഒരു ഓൾട്ടോയെക്കുറിച്ച് പറയാനായിട്ടില്ല. ഒരു 30 രൂപ 40 രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. 5 വർഷം 7 വർഷമൊക്കെ നമുക്ക് തിരിച്ചടവ് കാലാവധിയും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഒരു നിസ്സാരമായ ഒരു 8 രൂപയ്ക്ക് അകത്തേക്കുള്ള ഒരു EMI മാത്രമേ ഇതിന് നമുക്ക് ബേസ് മോഡലിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 7 വർഷത്തേക്ക് വരികയുള്ളൂ. ഇനി അടുത്ത വാഹനം നമുക്ക് വരുന്നത് എസ്പ്രസോ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം. എസ്പ്രസോ ആണെങ്കിൽ LXIക്ക് 445, VXIക്ക് 5,02,000, VXI പ്ലസിന് 5,59,000 ഓൺ റോഡ് പ്രൈസ്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് VXI ആണെങ്കിൽ 5,53,000, VXI പ്ലസ് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 6,26,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസും നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഓഫറിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും സെയിം ഓഫർ തന്നെ. 10,000 രൂപ ക്യാഷ് ഓഫർ, 15 എക്സ്ചേഞ്ച് ബോണസ്, 3,000 രൂപ കോർപ്പറേറ്റ് ഓഫർ എന്നിങ്ങനെയുള്ള ഓഫർ മാത്രമേ എസ്പ്രസോ എന്ന മോഡലിനും കമ്പനി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 ലക്ഷം എന്നൊരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരാൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മൾ ഈ പറഞ്ഞ എസ്പ്രസോ എന്നതും അതേപോലെ ഓൾട്ടോ എന്നതും നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ തന്നെ പരിഗണിക്കാം. ഇനി അടുത്ത വരുന്ന ഒരു വാഹനം എന്ന് വെച്ചാൽ സെലേറിയോ എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം. ഈ ഒരു സെലേറിയോയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ സെയിം ഓഫർ തന്നെ എസ്പ്രസോയ്ക്ക് വന്നിട്ടുള്ള സെയിം തന്നെയാണ്. അതായത് 10,000 ക്യാഷ് ഓഫറും 15 എക്സ്ചേഞ്ച് ബോണസും 3,000 രൂപ കോർപ്പറേറ്റ് ഓഫറും തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ സെലേറിയോ എന്ന മോഡലിലും കമ്പനി നൽകിയിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ LXIക്ക് 548, VXI ആണെങ്കിൽ 617, ZXI ആണെങ്കിൽ 680, ZXI പ്ലസ് 747 സെലേറിയോ എന്ന മോഡലിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇതിന് തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXI മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സെലേറിയോ VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് 668, ZXI ആണെങ്കിൽ 732, ZXI പ്ലസ് 799 സെലേറിയോയുടെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ സെലേറിയെ കുറിച്ച് പറയാൻ. ഓഫർ വരുന്നത് എത്രയാണ്? 10,000 രൂപ ക്യാഷ് ഓഫറും 15 എക്സ്ചേഞ്ച് ബോണസും എന്ന റേഞ്ചിലാണ് അവർ ഓഫർ അതിനും നൽകിയിട്ടുള്ളത്. അടുത്തൊരു മോഡൽ നമുക്ക് വരുന്നത് വാഗണോറാണ്. വാഗണോറിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് 1 ലിറ്ററിലും 1.2 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനിൽ നമുക്ക് വാഗണോർ വരുന്നുണ്ട്. അതിനെ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനുവൽ ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. അതിന് 10,000 ക്യാഷ് ഓഫറും 15 എക്സ്ചേഞ്ച് ബോണസും 3,500 കോർപ്പറേറ്റ് ഓഫറുമാണ് വാഗണോറിൻ്റെ 1 ലിറ്ററിന് അവർ നൽകിയിട്ടുള്ളത്. ഇതിനാണ് നമുക്ക് 1.2ലേക്ക് പോയി കഴിഞ്ഞാൽ 1 ലിറ്ററിന് അവർ 10,000 രൂപ കൊടുത്തപ്പോൾ 1.2 ലിറ്ററിന് അവർ 15 രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് കൊടുത്തേക്കുന്നത്. 15 ക്യാഷ് ഓഫറും 15 എക്സ്ചേഞ്ച് ബോണസും 3,500 രൂപ കോർപ്പറേറ്റ് ഓഫറുമാണ് അതിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് LXIയിലും VXIയിലുമാണ് നമുക്ക് 1 ലിറ്റർ കിട്ടുന്നത്. അതിൻ്റെ തന്നെ VXI ഓപ്ഷനിൽ നമുക്ക് VXI എന്ന വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് കൂടി വരുന്നുണ്ട്. LXI 1 ലിറ്റർ ആണെങ്കിൽ 581, VXI ആണെങ്കിൽ 658, VXI പ്ലസ് ആണ്, VXIയുടെ തന്നെ VXI പ്ലസ് അല്ല, VXIയുടെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 711 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ 1.2ലേക്ക് കടന്നു കഴിഞ്ഞാൽ ZXI 1.2 ആണെങ്കിൽ 714,
ZXi പ്ലസ് 1.2 ആണെങ്കിൽ 765-ഉം ZXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 767-ഉം ZXi പ്ലസ് ഓട്ടോമാറ്റിക് 818-ഉം ഓൺ റോഡ് വരുന്നുണ്ട്. വാഗണോറിൻ്റെ കാര്യത്തിൽ നമുക്ക് ടാക്സി പെർമിറ്റിൽ നല്ല രീതിയിൽ വാഗണോർ നമുക്ക് ഇറങ്ങുന്നുണ്ട്. അത് ടൂർ H3 എന്നൊരു വേരിയൻ്റാണ്. നമ്മുടെ ഇൻഡസിൽ ടൂർ H3 നല്ല രീതിയിൽ സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വാഹനം ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടൂർ H3 വേണമെന്നുണ്ടെങ്കിൽ CNGയിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. 6,72,000 രൂപയാണ് ടൂർ H3 എന്ന വാഗണോറിൻ്റെ ടാക്സി പെർമിറ്റിൽ എടുക്കാൻ പറ്റുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ നോർമലി ഒരു വണ്ടി എടുക്കുന്നത് പോലെ ആയിരിക്കില്ല ആ ഒരു ടാക്സി പെർമിറ്റ്. കുറച്ചുകൂടി ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. ഒരു പ്രൈസിൻ്റെ ഒരു 80 അല്ല 90% ആയിരിക്കും ലോൺ തരുന്നത്. ബാങ്കോട്ട് സംസാരിച്ചാൽ മതി അവർ, അല്ലെങ്കിൽ ഷോറൂമിൽ സംസാരിച്ചാൽ മതി, അവരത് ക്ലിയർ ചെയ്ത് തരും. ഇനിയിപ്പോൾ അടുത്ത മോഡൽ നമുക്ക് വരുന്നത് സ്വിഫ്റ്റ് എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം. സ്വിഫ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവലിന് അവർ 10,000 രൂപയാണ് ക്യാഷ് ഓഫർ കൊടുത്തത്. അതിന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15 രൂപയും ക്യാഷ് ഓഫർ ഉണ്ട്. അതേ ഉള്ളൂ വ്യത്യാസം. എക്സ്ചേഞ്ച് ബോണസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 തന്നെയാണ്. മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും സ്വിഫ്റ്റിൻ്റെ എക്സ്ചേഞ്ച് ബോണസ് 15 രൂപ തന്നെയാണ്. 15 രൂപ എന്ന് വെച്ചാൽ 15,000 തന്നെയാണ്. കോർപ്പറേറ്റ് ഓഫർ ഒരു 3,000 രൂപയും വരുന്നുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. LXiക്ക് 698-ഉം VXiക്ക് 791-ഉം ZXiക്ക് 9,02,000-ഉം ZXi പ്ലസ് 981-ഉമാണ് സ്വിഫ്റ്റ് എന്ന വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi മുതൽ വരുന്നുണ്ട്. VXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 844, ZXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 954, ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1033-ഉം സ്വിഫ്റ്റ് എന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. അടുത്ത് നമുക്ക് വരുന്നത് ഡിസയർ ആണ്. ഡിസയർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഡിസയറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓഫർ ഒന്നും തന്നെ ഇല്ല. LXi ആണെങ്കിൽ 750, VXi ആണെങ്കിൽ 857, ZXi ആണെങ്കിൽ 975, ZXi പ്ലസ് ആണെങ്കിൽ 1057-ഉം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi മുതൽ വരുന്നുണ്ട്. VXi ഓട്ടോമാറ്റിക് 912, ZXi ഓട്ടോമാറ്റിക് 1028, ZXi പ്ലസ് ഓട്ടോമാറ്റിക് 11,09,000 രൂപയും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഡിസയറിനകത്ത് നമുക്കൊരു കാര്യം പറയേണ്ടത്, ടൂർ എന്ന ആ ഒരു ടൂർ H3 എന്നൊരു വാഹനം ഡിസയറിൽ നമുക്ക് വരുന്നുണ്ട്. അതും നമുക്കിവിടെ നല്ല രീതിയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. 8,12,000 രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ടാക്സി പെർമിറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മളാ പറഞ്ഞ ഡിസയറിൻ്റെ തന്നെ ആ ഒരു ടൂർ എന്നൊരു മോഡൽ. നല്ല രീതിയിൽ സെയിൽ കൈവരിക്കുന്ന ഒരു വാഹനമാണത്. അത്രയും ഉള്ളൂ ഡിസയറിനെ കുറിച്ച് പറയേണ്ടത്. ഇനി വരുന്നത് ബ്രസയാണ്. ബ്രസയിലേക്ക് ഒരു സമയത്ത് ഒരു 15 രൂപ ക്യാഷ് ഓഫർ കൊടുത്തിട്ടുണ്ട്. 15 എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫർ ഇല്ല. ഇനി LXiയുടെ ബ്രസയ്ക്ക് 988 ഓൺ റോഡ്, VXi ആണെങ്കിൽ 11,06,000, ZXi 1271, ZXi പ്ലസ് 14,05,000 രൂപയും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇനി അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi 1295, ZXi 1434, ZXi പ്ലസ് 1568 ഓൺ റോഡ് വരുന്നു. ഇനിയിപ്പോൾ അടുത്തുള്ളത് ഈക്കോ ആണെങ്കിൽ 15 രൂപ ക്യാഷ് ഓഫറും 15 എക്സ്ചേഞ്ച് ബോണസും 3,000 കോർപ്പറേറ്റ് ഓഫറും മാത്രമാണ് വരുന്നത്. 6 സീറ്റർ ആണെങ്കിൽ 590-ഉം 5 സീറ്റർ ആണെങ്കിൽ 6 ലക്ഷം ആ ഒരു റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇനി ഈക്കോയ്ക്കകത്ത് ആംബുലൻസ് കൂടി വരുന്നുണ്ട്. അപ്പം ആംബുലൻസും നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഈക്കോ നോക്കാവുന്നതാണ്. നല്ല രീതിയിലൂടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. 650 റേഞ്ചിലാണ് നമ്മൾ ഈക്കോ ആംബുലൻസിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അടുത്ത വാഹനം എർട്ടിഗയ്ക്ക് വരുന്ന സമയത്ത് ഓഫർ ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. LXi ആണെങ്കിൽ 1052, VXi 1176, ZXi 1334, ZXi പ്ലസ് 1415 ഓൺ റോഡ് വരുന്നു. അതിന് തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi 1369, ZXi 1497, ZXi പ്ലസ് 1578-ഉം നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനിയുള്ളൊരു വിക്ടോറിയസ് എന്നൊരു വാഹനമാണ് നമുക്ക് അടുത്ത് വരുന്നത്. അതിനും ഓഫറൊന്നുമില്ല. LXi ആണെങ്കിൽ 1284. പിന്നെ വിക്ടോറിയസ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് വിക്ടോറിയസ് എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലോ ഒക്കെ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കിട്ടുന്നതായിരിക്കും. VXi ആണെങ്കിൽ 1441, ZXi 1655. ആ രീതിയിലാണ് പ്രൈസ് പോകുന്നത്. ഓട്ടോമാറ്റിക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1630 മുതലാണ് വിക്ടോറിയസിൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ. അപ്പോൾ അരീന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുടെ ഓഫറാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അത്യാവശ്യം ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫർ കുറവാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. മാർച്ചിലൊക്കെ സാധാരണ ഓഫർ വരേണ്ടതാണ്. മാർച്ച്, ഡിസംബർ ഈ സമയത്താണ് ഓഫർ വരൽ. പക്ഷേ ഇപ്പോൾ ഓഫർ പൊതുവേ കുറവാണ് എല്ലാ ഡീലർഷിപ്പുകളും വരാറ്. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. മാരുതി നല്ല ഏത് ബ്രാൻഡ് എടുത്താലും ഓഫർ വളരെ കുറവ് തന്നെയാണ്. പിന്നെ ഇവരുടെ കയ്യിൽ അങ്ങനെ ഇയർ ബാഗ് വണ്ടികളും ഇല്ല മാരുതിയിൽ. ഒരുവിധം എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ പ്രൈസ് മാറിയിട്ടുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ചിട്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ GST ബെനിഫിറ്റ് ഒക്കെ വന്ന സമയത്ത് വിലയൊക്കെ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കണ്ണച്ചേട്ടനെ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. ഇൻഡസ് ആണ് നമ്മുടെ ഷോറൂം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.